ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലൂടെ എന്റെ സാക്ഷ്യത്തെ പ്രസ്താവിക്കാൻ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് തന്ന വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്റെ പേര് എൽ ബി വർഗീസ്. ഞാൻ ജനിച്ചു വളർന്നത് പെരുമ്പാവൂരിലെ വെങ്ങോൽ എന്ന പ്രദേശത്താണ്. അപ്പച്ചനും അമ്മച്ചിയും 4 മക്കളുമായിരുന്ന ഒരു കുടുംബമാണ്. ഞങ്ങൾ യാക്കോബിറ്റ് സമുദായത്തിലായിരുന്നു. അവിടെ അമ്മച്ചിയുടെ വീട്ടുകാരെല്ലാം വിശ്വാസരായിരുന്നു. ഞാൻ ചെറുപ്പത്തിലെ അങ്ങനെ സഭകൾ കടന്നു വരുമ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവസഭയിൽ അംഗമായി തീരുവാനും കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനായിട്ട് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. പക്ഷെ ദൈവം എന്റെ കർത്താവിന്റെ ജീവിതത്തിൽ ആ ആഗ്രഹത്തെ സാധിപ്പിച്ചു തന്നത് എന്റെ വിവാഹത്തിന് ശേഷം 2 കുഞ്ഞുങ്ങളായതിനു ശേഷമാണ്. എനിക്ക് ആ വലിയ ഒരു ആഗ്രഹത്തിന്റെ അപ്പൻ എനിക്ക് സാധിച്ചു തന്നത്. ഞാൻ അങ്കമാലി തന്നെ വിവാഹം കഴിച്ചു വെച്ചു. ഇവിടെയും ചേട്ടനും അപ്പനും അമ്മയും 4 സഹോദരങ്ങളും ഞങ്ങളായിരിക്കുന്നു. അങ്ങനെ ഇവിടെയും ഞങ്ങൾ യാക്കോബിറ്റ് സമുദായത്തിലായിരുന്നു വന്നപ്പോ എനിക്ക് വിശ്വാസത്തിൽ കടന്നു പോകാനും 2 മക്കളും ഞാൻ ഒരുമിച്ച് കടന്നുപോയി ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് വലിയ സാഹചര്യം ഒരുക്കി തന്നു. അതിനുശേഷം ദൈവത്തിന്റെ കൃപയാല് അധികം നാളാവണിക്കുമ്പോൾ തന്നെ എന്റെ പ്രിയപ്പെട്ടതിന് കടന്നു വന്ന് ഞങ്ങൾ ഒരുമിച്ച് സത്യതിരുമാന്മാരും ആരാധിക്കാനായിട്ട് ദൈവസ്ഥിരാംഗമായ സഭയിൽ കടന്നു ദൈവങ്ങളെ സഹായിച്ചു. കർത്താവ് നന്ദി പറയാണ്. അങ്ങനെ അപ്പൻ ഒരുക്കി തന്ന ആ വലിയ സ്നേഹത്തെ ഓർക്കുമ്പോൾ കർത്താവ് നന്ദിയോട് സ്തുതിക്കും. ഞാൻ എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കുന്നു പറയത്തക്കവണ്ണം കർത്താവിനെ കണ്ട കർത്താവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങളുടെ കുടുംബ ജീവിതം ഏറ്റവും അനുകൂലമായി തന്നെ കടന്നുപോയി ഞങ്ങളെല്ലായിരുന്നു. 2 മക്കളാണ് എനിക്ക്. ബേസിലും സോണിയും 2 മക്കളുമായിട്ട് സന്തോഷമായി ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തെ ആനന്ദിച്ചും സന്തോഷം കൊണ്ട സമയങ്ങളായിരുന്നു. എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം, 2 മക്കളുടെ വിവാഹങ്ങള് 2022 ഒരാളുടെ വിവാഹം ഫെബ്രുവരി 5-ാം തീയതിയും ഒരാളുടെ വിവാഹം ആഗസ്റ്റ് 18-ാം തീയതി നടക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അതെന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഒരുമിച്ച് നടക്കണമെന്നുള്ളത്. ദൈവപ്രകാരം 6 മാസത്തെ ഡിസ്റ്റൻസ് വന്ന് മക്കളുടെ വിവാഹം നടക്കാൻ എല്ലാം കർത്താവ് സഹായിച്ചു. ഞാൻ വിശ്വാസത്തിൽ കടന്നു. ഞാൻ പറഞ്ഞില്ല, ചെറുപ്പത്തിൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ സത്യത്തിലും ആത്മാവിൽ ആരെങ്കിലും ദൈവത്തിൽ കടന്നു പോകണം. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച് സന്തോഷത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ലഭിക്കുന്ന സന്തോഷം, അവരെല്ലാം കണ്ട സന്തോഷം എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം തന്നെയായിരുന്നു. എന്നാൽ ആത്മീയ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ പ്രതികൂലമ പ്രതിസന്ധികളും വേദനയും ഞെരുക്കങ്ങളെല്ലാം, നിന്ദകള്, കഴികള്, അപമാനം, എല്ലാം ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും കർത്താവിനെ പിടിച്ചെടുത്തിയ കർത്താവിന്റെ സ്നേഹത്തിനെ നന്ദി പറയുന്നു. അപ്പൊ കുഞ്ഞുങ്ങളുടെ വിവാഹമെല്ലാം കഴിഞ്ഞ് സ്വസ്ഥതയായി എന്ന് ചിന്തിച്ച നിമിഷമായിരുന്നു എന്റെ ജീവിതത്തിൽ 2022 ആഗസ്റ്റിൽ മകളുടെ വിവാഹം കഴിഞ്ഞ ശേഷം എനിക്ക് പെട്ടെന്ന് ശാരീരമായിട്ട് നടുവേദന അസ്വസ്ഥത കയറി വരാണ്ട് വന്നു. എനിക്ക് ഡോക്ടറെ കാണുന്നതിൽ വലിയ താല്പര്യമില്ലാത്ത സ്വഭാവം അന്നേ എനിക്കുണ്ടായിരുന്നു. എന്റെ കഴുത്തിൽ തൈറോയിഡിന്റെ ഒരു അസ്വസ്ഥതകളുണ്ട്. എങ്കിലും അത് എല്ലാവരും എന്നെ കാണും പറയും, അത് ഡോക്ടറെ കാണിക്കുകയും ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന മറ്റൊരു പല രോഗമായി തീരുമെന്നൊക്കെ പറയുമ്പോഴും ഞാനത് കാര്യമാക്കാതെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ ഉടനെ കൈവച്ച് കർത്താവിന്റെ കലയിൽപ്പിച്ച് തരും, കർത്താവിനെ ക്ലീൻ ചെയ്യണം, ഒരാളാണ് പോലും ഇതിനകത്ത് പ്രവേശിക്കാൻ സ്വർഗത്തിൽ അപ്പൊ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു വിശ്വാസം എന്റെ ജീവിതത്തിൽ അന്നും ഉണ്ടായിരുന്നു. ഇന്നും എന്റെ കാര്യത്തിൽ അതുണ്ട്. ഞാൻ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് എന്റെ ചെറുപ്പത്തിലെ എന്റെ 15-16 വയസ്സായപ്പോൾ എനിക്ക് തുടങ്ങിയ ഗോൾട്ടിലെ കംപ്ലൈന്റുകളാണ്. പക്ഷെ അന്നവർ ഇന്നും ദൈവം എന്നെ ഒരു അത്ഭുതമായി നടത്തി. ആവശ്യത്തിനെല്ലാം വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോയി. അനേകർ പറയുമ്പോൾ ഞാൻ വിശ്വാസത്തിന്റെ കരം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയങ്ങളിലാണ് എനിക്ക് നടുവേദന അസ്വസ്ഥതകൾ കടന്നു വരേണ്ടി വന്നത്. അപ്പോഴും ഞാൻ ഡോക്ടറെ കാണാൻ മടി കാണിച്ചിരുന്നു. എന്നാൽ മക്കളങ്ങനെ സമ്മതിച്ചില്ല. അവരൊരു ദിവസം അടുത്ത ഡോക്ടറെ കാണിക്കാൻ ഇട വന്നു. ഡോക്ടർ എനിക്ക് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നട്ടൽ നീർക്കെട്ടാണ്. അപ്പൊ ഞാൻ കരുതി വിവാഹം 2 വിവാഹങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ജോലികൾ കൂടുതലുണ്ടായിരുന്നിട്ടായിരിക്കാം അങ്ങനെ അസ്വസ്ഥത വരാൻ ഇട വന്നത് എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, മരുന്ന് കഴിച്ചു നോക്ക്, കുറവില്ലെങ്കിൽ വന്ന് നമുക്ക് പിന്നെ ടെസ്റ്റ് ഒക്കെ നടത്താം എന്ന് പറയാൻ ഇട വന്നു. ദൈവകൃപയാല് എനിക്ക് ആ മരുന്ന് കഴിച്ച ശേഷം പിന്നെ അസ്വസ്ഥത വരാൻ ഇട വന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഡോക്ടറെ കാണാൻ പോയില്ല. അങ്ങനെ മരുന്ന് കഴിച്ച് കുറച്ച് നാളത്തേക്ക് എനിക്ക് വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്നില്ല. ഒരു 3-4 മാസം കഴിഞ്ഞ് വീണ്ടും ശക്തമായ നടുവേദന വരുവാൻ തുടങ്ങി. ഞാൻ ദൈവസേനയില് കർത്താവിനെ പ്രാർത്ഥിക്കാൻ ഇട വന്നു. കർത്താവേ, എന്താണ് ഇങ്ങനെ അസ്വസ്ഥതകൾ പെരുകി വരുന്നൊരു അനുഭവങ്ങള്, രാത്രി ആമങ്ങളിൽ എഴുന്നേറ്റ് ഉറക്കമില്ലാത്ത അനുഭവങ്ങളൊക്കെ ആയിരുന്നു. അല്പം ചൂട് പിടിക്കും, നീർക്കെട്ടിന്റെ അവസ്ഥ നമ്മൾ കരുതിക്കൊണ്ടുവന്ന് ചൂട് പിടിക്കുകയും അങ്ങനെ ഉറക്കമില്ലാത്ത ദിനങ്ങൾ കഴിഞ്ഞു പോയി. പെട്ടെന്ന് എനിക്ക് ആ വേദന എന്റെ റൈറ്റ് സൈഡില് അടിവയറ്റിലേക്ക് വരാൻ ഇട വന്നു. രാവിലെ ദിവസം എഴുന്നേറ്റപ്പോൾ ശക്തമായ വേദന എനിക്ക് വരാൻ ഇട വന്നു. ഞാനപ്പോൾ തന്നെ ഞാൻ തീരുമാനം എടുത്തു, ഇങ്ങനെ പോയാൽ പോരാ, ഇതിനെന്താണ് ഇതിന്റെ പ്രതിവിധി, എവിടെ നിന്ന് വരുന്നു, എങ്ങനെ സംഭവിക്കുന്നു, ലോകപരമായ ഡോക്ടറെ കാണണോ, അത് പൈശാചിക പോരാട്ടമോ, പ്രാർത്ഥിച്ച് ജയിക്കേണ്ടതാണോ എന്ന് അറിയാൻ വേണ്ടി ദൈവത്തിന് ചോദിച്ചു. അപ്പനോട് ചോദിച്ചു. സ്വർഗത്തിൽ അപ്പനോട് സംസാരിക്കപ്പെടെ വന്നു ഫാസ്റ്റിംഗ് ഇരിക്കാനായിട്ട്. ദൈവകൃപയാല് 21 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കാൻ ഞാൻ സഹായിച്ചു എന്റെ കർത്താവ്. ആ ദിവസം ദൈവശക്തിയാൽ നിറയപ്പെടുവാൻ എന്നെ ദൈവം സഹായിച്ചു. ആ ദിവസങ്ങളെല്ലാം ദിവസം മുട്ടുമടക്കുമ്പോഴേക്കും ഭയങ്കര ശക്തി എന്റെ മേൽ വരുവാൻ ഇട വന്നു.
അപ്പോൾ ഞാൻ വിശ്വസിച്ചു, നമ്മുടെ മേൽ നമ്മൾ പ്രാർത്ഥന വിഷയമായി ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വ്യാപരിക്കുന്നുവെങ്കിൽ ആ വിഷയത്തിന് വിടുതലുണ്ടല്ലോ എന്ന വിശ്വാസം എന്റെ ജീവിതത്തിൽ വരാണ്ട് വന്നു. ഞാൻ വിശ്വസിച്ചു, അങ്ങനെ വിശ്വസിച്ചു. എന്റെ രോഗത്തിന് പൂർണ്ണ സൗഖ്യമായിട്ടുണ്ട്. അത് പൈശാചിക പോരാട്ടമായിരിക്കാം, അതുകൊണ്ട് എന്റെ സൗഖ്യം വന്നിട്ടെന്ന് ഞാൻ വിശ്വസിച്ചു. അത് ചിന്തിക്കാൻ കാരണം എന്റെ മേൽ പകർന്ന ദൈവശക്തിയുടെ മേലാണ്. എനിക്ക് അങ്ങനെ വിശ്വാസം എന്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും 21 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് വേദന മാറാനായിട്ട് വന്നില്ല. ശക്തമായ വേദന കൂട്ടിക്കൊണ്ടിരുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, എന്തുകൊണ്ടാണ് പിതാവേ എനിക്ക് വേദന മാറാതിരിക്കുന്നത്? കർത്താവിന് സംസാരിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് ശക്തമായ വേദന, എനിക്ക് നിൽക്കാൻ പോലും പറ്റാത്തൊരു അനുഭവങ്ങള്. ഒരു അതിരാവിലെ എഴുതിട്ട് ഞാൻ പെട്ടെന്ന് വരുന്ന കർത്താവ് സംസാരിച്ചപ്പോ അതിനോട് സംസാരിക്കുക, അതിനെന്താ ചെയ്യേണ്ടത്? അപ്പൊ ലോകയുടെ ഡോക്ടറെ കാണാൻ പോകുന്നു, അല്ലാതെ പൈശാചിക പോരാട്ടെ കർത്താവിന് വെളിപ്പെടുത്താം, അപ്പന്റെ ശക്തി എന്മേൽ പകർന്നിട്ടുണ്ടല്ലോ എന്ന് പറയാനിട വന്നു. ദൈവകൃപയാല ഞാനായി പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സമയം തന്നെ എഴുതി കാണിക്കുന്ന പോലെ കണ്ടു ഗർഭാശയ ക്യാൻസർ എന്ന്. പെട്ടെന്ന് ഞാൻ പേടിച്ചു. ഞാൻ കർത്താവ്, അപ്പ ഇത് ഒരു എന്നെ പേടിപ്പിക്കുന്ന അനുഭവങ്ങളാണോ? പിശാച് എന്നെ പേടിക്കുന്ന അനുഭവം? വീണ്ടും ഞാൻ ചോദിക്കാൻ സംശയത്തോടെ, എന്നെ പേടിപ്പിക്കുന്ന അനുഭവങ്ങളാണോ അപ്പ എന്ന് ചോദിക്കാനായിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അപ്പ എനിക്ക് സംസാരിക്കും. വീണ്ടും അത് എഴുതി കാണിച്ചു, ഗർഭാശയ ക്യാൻസർ. ഞാൻ വിശ്വസിച്ചു, ഇതപ്പൻ തന്നെ എന്നോട് സംസാരിക്കുന്നത്. ഇനി വേണ്ട, നിൽക്കണ്ട, ഇനി വേഗം എഴുന്നേറ്റു. എന്റെ സഹോദരൻ കുടുംബം അടുത്ത് തന്നെ താമസിക്കുന്നത്. എന്റെ സഹോദരനെ സംസാരിക്കണമെന്ന്, എനിക്ക് ഡോക്ടറെ കാണണം. ദൈവത്തിന്റെ അമ്മയോട് സംസാരിച്ചു, എനിക്ക് ഡോക്ടറെ കാണാൻ പോകണമെന്ന് പറയാനിട വന്നു. എന്റെ മക്കള് 2 പേരും, ഒരു മോനും കുടുംബവും സൗദി പ്രദേശത്താണ്, മോള് രാജസ്ഥാനിലും. അവരാരും എന്റെ കൂടെ ഇല്ല. എന്റെ പ്രിയപ്പെട്ട ഞാൻ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ മകളെ വിളിച്ച് സംസാരിക്കപ്പെടുന്നു, എനിക്ക് അങ്ങനെ സാഹചര്യമുണ്ട്, ഡോക്ടറെ കാണണം എന്ന് പറയും. പെട്ടെന്ന് തന്നെ എന്റെ പ്രിയമകള് എറണാകുളത്തുള്ള ഹോസ്പിറ്റലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ആസ്റ്റർ മെഡിസിറ്റിയിൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ ഇട വന്നു. പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുവാൻ പോയി. ഞങ്ങള് ഡോക്ടറെ കണ്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ടെസ്റ്റുകൾ നടത്തി. എന്നെ പരിശോധിച്ചിട്ട് ഉടനെ പറഞ്ഞു, ഈ മുഴയുണ്ട്, വലിയൊരു മുഴയാണ്, വയറ്റിലുണ്ട് എന്ന് പറയാനിട വന്നു. പിന്നെ അവർ സ്കാൻ ചെയ്തു, ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി. അങ്ങനെ അന്ന് ആ ബ്ലഡ് ടെസ്റ്റും റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ അവര് എന്നോട് സംസാരിച്ചില്ല. പക്ഷെ പെട്ടെന്ന് ആ റിസൾട്ടുകളൊക്കെ ഞാൻ മക്കൾക്ക് അയച്ചു കൊടുക്കാൻ ഇട വന്നു. അവരെല്ലാം നോക്കിയിട്ട് ആ റിസൾട്ടൊന്നും അവരെന്നെ സംസാരിക്കാൻ ഇട വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവകൃപയാല് ആ ഡോക്ടറിനെ പറയാൻ വന്നു, ഈ റിസൾട്ടുമായി നിങ്ങൾ ഒക്കെ തിരിച്ച് MRI ചെയ്യാൻ കടന്നു വരണമെന്ന് പറയേണ്ടി വന്നു. തിരിച്ച് ഞങ്ങൾ MRI ചെയ്യാൻ പിറ്റേ ദിവസം കടന്നു വന്നിട്ട് വന്നു. അവിടുത്തെ MRI ചെയ്തപ്പോൾ അതിൽ പൂർണ്ണമായ റിസൾട്ടില് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഗൈനക്കോളജിസ്റ്റ് ഞാൻ കണ്ടത്, ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു, ഇവിടെ ഞാനല്ല ഇത് ഓപ്പറേഷൻ ചെയ്യുന്നത്, ഓങ്കോളജി വിഭാഗമാണ് പറയണത്. ഞാൻ ഓങ്കോളജി വിഭാഗം എന്നവരെ ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയത്തിയും കൂടിയാണ് കടന്നുപോയത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ മാറി വേറെ ഡോക്ടറെ ഓങ്കോളജി വിഭാഗത്തിൽ കടന്നു പോകാൻ പറയാനിട വന്നു. ഞങ്ങൾ വേഗം ആ വിഭാഗത്തിൽ കടന്നിട വന്നു. ഞങ്ങൾ പോകുന്ന യാത്രയിൽ ഞങ്ങൾ കണ്ടുപിടിച്ച് അവസാനം നോക്കിയപ്പോൾ ഞങ്ങൾ ചുറ്റെടുക്കാൻ വീണ്ടും അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ഡോക്ടറെ കാണാനിരിക്കുന്ന സമയത്ത് അവിടെ ഞാൻ പരിസരമൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒത്തിരി പേഷ്യന്റുകൾ ഇരിക്കുന്നുണ്ട്. ഒത്തിരി അവശ്യത, അവരോട് മുടി ഇല്ലാത്ത തൊപ്പി വെച്ച് വന്നിരിക്കുന്നത്, ഒത്തിരി അവശ്യതവരായിരുന്നു ഞാൻ കാണാനിട വന്നു. അപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് വരുന്നു, കർത്താവേ, അതൊക്കെ തന്നെയാണല്ലോ സംഭവം എന്ന് എന്റെ മനസ്സിൽ പെട്ടെന്ന് കയറി വന്നു. അതിനുശേഷം ഞാൻ ചുറ്റിട്ടുള്ള സ്ഥലത്ത് നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചു, ക്യാൻസർ കെയർ യൂണിറ്റ്. എനിക്ക് ഉറപ്പായി ഞാൻ ക്യാൻസർ പേഷ്യന്റ് തന്നെയാണ്. എന്റെ അപ്പൻ സംസാരിച്ചത് സത്യമാണെന്ന് എനിക്ക് നല്ല ബോധ്യം വന്നു. എന്റെ അനിയത്തി ചുറ്റിട്ട് വന്നപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, നീ കണ്ടോ? അവിടെ എഴുതി വെച്ച കണ്ടപ്പോൾ അവ കണ്ടു എന്നോട് കരയേണ്ടത്. ഞാൻ പറഞ്ഞു, ദൈവകൃപ, ഞാൻ പറഞ്ഞു, എന്തിനാ കരയുന്നത്? എന്റെ അപ്പൻ സംസാരിച്ചത്, എന്റെ അപ്പൻ എന്താണ് സംസാരിച്ചത്, അത് സംഭവിച്ചു. പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് സംഗീതം 139 വന്നു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അവൻ സംഭവിച്ചു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സ്ഥാപിതമായി. ആ വചനം എന്നെ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ കയറി വന്നു. ദൈവമക്കൾ, ഞാൻ പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് ദൈവിക സമാധാനം വാഴുവാൻ ഇടവന്നു. എന്റെ അപ്പൻ അരുളി ചെയ്തത്, എന്റെ അപ്പൻ കൽപ്പിച്ചത്, അത് സ്ഥാപിതമായി. ഇത് ശരിക്കും എന്റെ അപ്പൻ തന്നെ കൽപ്പിച്ച് എനിക്ക് വന്നൊരു അവസ്ഥയാണ് ക്യാൻസർ എന്ന രോഗമെന്ന് എനിക്ക് നല്ല ബോധ്യം. അത് ഹൃദയത്തിൽ നല്ല സമാധാനമായി വാഴുവാൻ അവൻ ഉറപ്പും ധൈര്യമുള്ളവളായി സ്തോത്രം. ആ ഹൃദയത്തിൽ വന്ന സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഉറപ്പും ധൈര്യം എന്റെ ഹൃദയത്തിൽ വരുവാനുണ്ടെന്ന് ധൈര്യത്തോടെ ഞാൻ പറഞ്ഞു, ആരും ധാരപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ അപ്പനെ സംസാരിച്ചിങ്ങനെ അപ്പൻ പറഞ്ഞു, ഉവ്വൊന്നും ഇല്ല എന്ന്. അപ്പൻ ഗർഭാശയ ക്യാൻസർ പറഞ്ഞെങ്കിൽ അത് സ്ഥാപിതമായതാണ്. അപ്പൻ കൽപ്പിച്ച് സ്ഥാപിതമാണ്. അപ്പൻ അറിയിച്ചത്, അത് കൽപ്പിച്ചത് സ്ഥാപിതമായി. നമുക്ക് ഒരിക്കലും അത് വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആരും എന്നോട് ഭാരപ്പെടണം പറയാനിട വന്നു. ഞങ്ങൾ വീണ്ടും ആ ഡോക്ടറെ കാണുവാൻ സ്തോത്രം, ആ ഓങ്കോളജി ഭാഗത്തിലെ ക്യാൻസർ ഡോക്ടറെ ശരത്തുന്ന ഡോക്ടറെ ആശ്രമ ഡോക്ടറെ കാണുവാനായിട്ട് റൂമിൽ കണ്ടുപോകാൻ ഇട വന്നു. അവിടെ കടന്ന ശേഷം ഡോക്ടർ അതെല്ലാം നോക്കി, റിപ്പോർട്ട് എല്ലാം നോക്കിയിട്ട്
ഞാനും എന്റെ അനിയത്തിയും എന്റെ ഹസ്ബൻഡും കൂടി ഇരിക്കുമ്പോൾ ഡോക്ടർ ചോദിക്കേണ്ടി വന്നു, ഇതിനകത്ത് ആരാ പേഷ്യന്റ് എന്ന്. ഞാൻ അപ്പോൾ തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്താ വെച്ചാൽ ഞാൻ ഇരിക്കുന്ന അപ്രകാരം ഉറപ്പും ധൈര്യമുള്ളവളായിട്ടാണ് ഇരിക്കുന്നത്. ആ ഡോക്ടർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റും ആരെ പേഷ്യന്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്റെ അപ്പൻ കൃപ കൊണ്ട് എന്നെ മൂടിയിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഞാനാണ് പേഷ്യന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞോ, ആന്റിക്ക് ക്യാൻസർ വന്നിരിക്കുന്നത് പ്രത്യേക അനുഭവത്തിലാണ്. ശരീരമെല്ലാം വീക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അനുഭവമാണ്. പിന്നെ തൈറോയ്ഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാ ടെസ്റ്റും നടത്താതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ വീക്കാണ് ശരീരം എന്ന് പറയാനായിട്ട് വന്നു. ഞാൻ ഓക്കെ എന്ന് പറയാനായിട്ട് വന്നു. അതുകൊണ്ട് ഭാരപ്പെടാനൊന്നുമില്ല, നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും കുറെ ടെസ്റ്റുകൾ നടത്താതെ നമുക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കാണ് നല്ല ശാരീരികമായ വേദനകളെല്ലാം എനിക്കുണ്ട്. ഒരു മെഡിസിൻ പോലും എനിക്ക് തന്നില്ല. ഞങ്ങൾ അന്ന് തന്നെ വേറൊരു ഡോക്ടറെ കണ്ട് അത് ഉറപ്പാക്കാൻ, ഇതിന് ട്രീറ്റ്മെന്റ് വ്യത്യാസങ്ങൾ എന്തിനുണ്ടോ എന്നറിയാൻ വേണ്ടി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു. വീണ്ടും ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു. അവിടെ ചെന്നപ്പോഴും ആ ഡോക്ടർ ഈ റിപ്പോർട്ട് എല്ലാം കണ്ടിട്ട് എങ്ങനെ തന്നെ സംസാരിച്ചു, ഈ ആന്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അമാതിരി വീക്ക്, ശരീരം മുഴുവൻ വീക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറെ ടെസ്റ്റുകൾ, അതായത് ലാസ്റ്റ് മെഡിസിൻ ഡോക്ടർ എന്ത് പറഞ്ഞോ അത് തന്നെ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. ആമേൻ കുറെ ടെസ്റ്റുകൾ നടത്തി ആന്റിയെ ശരീരം അതിന് താങ്ങാൻ പറ്റുമോ, കീമോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നറിഞ്ഞിട്ട് മാത്രം നമുക്ക് ചെയ്യണം. അത് 4th സ്റ്റേജ് ആയിരുന്നു. എന്റെ ഇവരാരോടും സംസാരിച്ചില്ല. എന്റെ ഹസ്ബൻഡിനെയും എന്റെ അനിയത്തിയും അകത്ത് കയറ്റി സംസാരിക്കേണ്ട പറഞ്ഞു. ഞാൻ പുറത്തിരുന്നു. ആ സമയത്തിന് കർത്താവ് പറഞ്ഞു, കർത്താവേ ഈ ലോകം എന്നെ കൈവിടട്ടെ. ഈ ഡോക്ടർമാരെല്ലാം എനിക്ക് അറിയത്തില്ല, അവരങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, കർത്താവ് ഈ ലോകത്തിലുള്ള ഡോക്ടർമാർ എന്നെ കൈവിടട്ടെ, എങ്കിലും എന്റെ അപ്പൻ എന്നെ ചേർത്തുകൊള്ളും. ഞാൻ വിശ്വസിച്ചു. അവരെന്നെ കൈവിടിഞ്ഞാലും ലാസറിന്റെ കല്ലറക്കിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ആമേൻ സ്തോത്രം, എന്റെ ജീവിതത്തിൽ ജയമെടുക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ആ വചനം കർത്താവ് ഞാൻ പറഞ്ഞു. അപ്പൊ ലാസറിനെ വിടുവിച്ച സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം എന്നെ വിട്ടുവെക്കും, അത് മതി എനിക്ക്. ആരെല്ലാം കൈവിട്ടാലും കർത്താവ് എന്നെ കൈവിടുന്ന ഉറപ്പ് എന്റെ ജീവിതത്തിൽ വന്നു. ഞാൻ ഒരിക്കലും ട്രീറ്റ്മെന്റ് വേണ്ട എന്ന് കരുതുന്നല്ല അപ്പൊ സംസാരിച്ചത്. പക്ഷെ എന്റെ ജീവിതത്തിൽ വന്ന ആ വലിയൊരു ഉറപ്പ് അതായിരുന്നു, എന്റെ അപ്പൻ എന്നെ വിടുവിച്ചാൽ മതി എന്ന ഉറപ്പ്. ഞാൻ അങ്ങനെ അവിടെ മെഡിക്കൽ ട്രസ്റ്റിന്റെ ആ റൂമിൽ സംസാരിക്കപ്പെടുന്നു. ഇവർ കടന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഡോക്ടർ പറഞ്ഞത്? അവരൊന്നും സംസാരിച്ചില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എന്താ ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞോ? അപ്പോൾ ഇവരെന്നോട് സംസാരിച്ചില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അത് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ഭവനത്തിൽ കടന്ന യാത്രയില്ല, ഞാൻ വാഹനത്തിൽ നിന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട സംസാരിക്കാനായിട്ട് വന്നു. ചേട്ടാ, എനിക്ക് ആമേൻ സ്തോത്രം, ക്യാൻസർ രോഗമാണല്ലോ, എന്തും സംഭവിക്കാം, മരണം സംഭവിക്കാം, അല്ലെങ്കിൽ ജീവൻ തരാം. ഇത് അപ്പന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരിക്കലും എന്നോട് ഭാരപ്പെടാതെ പ്രയാസപ്പെടാതെ ഇരുന്നോളാം. മരണം വന്നാലും ഭാരപ്പെടരുത്. ജീവൻ തന്നാൽ കർത്താവിനോട് ജീവിക്കും ഞാൻ, അതെന്റെ തീരുമാനമാണ് എന്ന് പറയുവാൻ ആ വാഹനത്തിൽ. എന്നാൽ പ്രിയപ്പെട്ട ഒന്നും തിരിച്ച് സംസാരിച്ചില്ല. ഞാൻ അങ്ങനെ സംസാരിച്ച് കടന്നു വരേണ്ടി വന്നു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ ദൈവത്തിൽ പറഞ്ഞു, അപ്പ എനിക്ക് ഒരു ജീവൻ തരുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം, അത് അപ്പന് വേണ്ടി മാത്രമായിരിക്കും. എന്റെ കുടുംബത്തിന്റെ, എന്റെ മക്കളോട്ട് മാത്രം ഭാരപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ സ്തോത്രം, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എന്റെ അപ്പന് വേണ്ടി മാത്രം ജീവിക്കാൻ എനിക്കൊരു ആയുസ് മതി. അല്ല എങ്കിൽ അപ്പന്റെ അടുക്കിലേക്ക് വരുവാൻ എനിക്ക് ആഗ്രഹമെന്ന് പറയാനായിട്ട് വന്നു. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം എന്ന് പറയുവാൻ എനിക്ക് കർത്താവ് കൃപ തന്നു. ഞാൻ അങ്ങനെ അപ്പോൾ സംസാരിച്ചു, എനിക്ക് ജീവിക്കുന്നവരെ എന്റെ അപ്പൻ മാത്രം ജീവിച്ചാൽ മതി. ഈ ലോകത്ത് ആമേൻ സ്തോത്രം ഇനി ജീവിക്കുന്നത് ആന്റെ അപ്പനടുക്കൽ എത്തുന്ന ഏറ്റവും സന്തോഷം. ആമേൻ ഞാൻ അങ്ങനെ തന്നെ അപ്പോൾ പറയാനായിട്ട് വന്നു. ഹല്ലേലൂയ. ആമേൻ ഈ ലോക ജീവിതത്തിൽ, ഈ മരുഭൂമി യാത്രയിൽ അപ്പന്റെ സാന്നിധ്യം, അപ്പന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് അപ്പന്റെ അടുക്കിലേക്ക് എത്തുവാൻ അത് മാത്രമാണ് എന്റെ ആഗ്രഹമെന്ന് ഞാൻ അപ്പോൾ പറയാനായിട്ട് വന്നു. ഹല്ലേലൂയ. എന്നാൽ എന്തെങ്കിലും അവശേഷിക്കില്ല, അപ്പന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് എന്നെ അവശേഷിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, അപ്പൊ എനിക്ക് ജീവൻ തന്നാൽ മതിയെന്ന് ഉറപ്പോടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്ക് ഒരിക്കലും മരണത്തെ കുറിച്ച് ഭാരമുണ്ടായില്ല, മരണത്തെക്കുറിച്ച് പേടിയുണ്ടായില്ല. എന്റെ അപ്പന്റെ അടുക്കൽ എത്തുവാൻ വേണ്ടി മാത്രം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് എന്റെ ജീവിതം എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ആമേൻ സ്തോത്രം. എന്നാൽ എന്റെ കുടുംബം സന്തോഷമാണ്, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ഹസ്ബൻഡ്, എന്റെ പ്രിയപ്പെട്ട എല്ലാം സന്തോഷമാണ്. അവരെ ഒത്തിട്ട് ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥ ഒന്നും എന്റെ ഭവനത്തിൽ ദൈവം സഹായിച്ചത് വരെ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് എന്റെ അപ്പനോടുള്ള ചേരുവാൻ ഏറ്റവും ആഗ്രഹം തോന്നി, അപ്പനോട് ചേർന്ന് നിൽപ്പാൻ. എന്നാൽ അപ്പന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിനങ്ങളായിരുന്നു എന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചു, അപ്പൻ കൃപ നൽകാതെ, അപ്പന്റെ കൃപ നൽകിയിട്ടാണ് എന്നെ ഈ ക്യാൻസർ രോഗത്തിൽ കടത്തിവിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ കർത്താവ് യേശുവിന്റെ അമ്മ മറിയ, ആമേൻ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞിട്ട്, ആമേൻ സ്തോത്രം, നീ ഗർഭധരിച്ച മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. അപ്പൊ മറിയ ചോദിച്ചു, ഒരു പുരുഷനെ അറിയരുത് എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നേടിയിടും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ കർത്താവിൻ ദാസൻ, നിന്റെ ഹിതം പോലെ എനിക്ക് സംഭവിക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിലേക്ക്, അപ്പൻ 21 ദിവസം എന്റെ ജീവിതത്തിലേക്ക് ആമേൻ പകർന്ന ദൈവകൃപയാണ്, ദൈവശക്തിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ രോഗത്തെ അതിജീവിപ്പാൻ, ഈ ഈ രോഗം ആമേൻ കർത്താവ് മാറാ രോഗമെന്ന, മാറാ വ്യാധി എന്ന് ഭയപ്പെടുന്ന ഈ രോഗത്തെ അതിജീവിപ്പാൻ കർത്താവിന് നൽകുന്ന ദൈവശക്തിയാണ് 21 ദിവസം ഞാൻ പകർന്നെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ രോഗമെന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരു ഭാരമോ പ്രയാസം വേദന ഞെരുക്കമോ
അല്ലെങ്കിൽ ആമൻ ആ ഭയമോ എന്റെ ജീവിതത്തിൽ കടന്നു വരാൻ അനുവദിച്ചില്ല. എന്റെ സ്വർഗത്തിന് അപ്പൻ നന്ദി പറയണേ. ഹല്ലേലൂയ. അതുകൊണ്ട് കൃപ തന്നിട്ടാണ് അപ്പൻ എന്നെ ഗർഭാശയ ക്യാൻസർ എന്ന അറിയിപ്പ്. അല്ലെങ്കിൽ ഒരു പക്ഷെ ഞാൻ തകർന്നു പോയേനെ. അപ്പൊ ഞാൻ അറിയിച്ചില്ലായിരുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഫാസ്റ്റിംഗ് ഇന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ തകർന്നു പോയി. ഞാൻ ഈ ലോകത്ത് വെച്ച് ഏറ്റവും ഭയപ്പെട്ട രോഗമാണ് ക്യാൻസർ എന്ന, കീമോ എന്ന്. ആമൻ പലപ്പോഴും ക്യാൻസർ പേഷ്യന്റിനെ കാണുമ്പോൾ ഞാൻ മാറിപ്പോകുമായിരുന്നു. കീമോ എന്ന് കേൾക്കുമ്പോൾ ആ വാക്ക് കേൾക്കാൻ ഞാൻ പേടിച്ചിരുന്നു. എന്നാൽ അതിലേക്ക് തന്നെ എന്റെ അപ്പൻ എന്നെ വലിച്ചിട്ടു ഞാൻ. അപ്പോൾ എനിക്ക് ആ കൃപ തന്നിട്ടാണ് കർത്താവ് എന്നെ അതിലേക്ക് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നുവെങ്കിൽ, ദൈവശക്തി നമ്മുടെ വ്യാപരിക്കുന്നുവെങ്കിൽ, പെരുവെള്ളം നിന്നെ മൂക്കുകയില്ല, അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല എന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത അവനെ ഞാൻ ഓർക്കുകയാണ്. ഹല്ലേലൂയ. പെരുവെള്ളം എന്ന ക്യാൻസർ എന്നെ അതിന് മീതെ കവിയത്തില്ല, എന്നെ മുക്കി കളയത്തില്ല. ഞാൻ അത് വിശ്വസിച്ചു. ക്യാൻസറിന്റെ അഗ്നി എന്നെ ദഹിപ്പിച്ച് കളയില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഇപ്പോഴും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമൻ ക്യാൻസർ എന്ന രോഗം എന്നെ തകർത്ത് കളയത്തില്ല എന്ന് ഞാൻ അങ്ങനെ ആ വിശ്വാസത്തോടെ ആമൻ ഹല്ലേലൂയ ഞങ്ങൾ വീട്ടിൽ കടന്നു വന്നു. ഡോക്ടറെ കണ്ട് കടന്നു വന്ന് ഞാൻ കർത്താവിനെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് വന്നു. അപ്പൊ ജീവിക്കുന്നതിൽ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ മാത്രം മതി എന്ന് പറയാനായിട്ട് വന്ന കാലങ്ങള്. എന്നാൽ അതിനുശേഷം ഡോക്ടറെ കാണാൻ വീണ്ടും ഞങ്ങൾക്ക് ടെസ്റ്റുകൾക്ക് പോകേണ്ടത് ആവശ്യമുണ്ട്. ആമൻ ട്രീറ്റ്മെന്റ് നടക്കാൻ പറ്റുമോ എന്നറിയുന്നതിന് വേണ്ടി ഞാൻ അങ്ങനെ വീണ്ടും ഞങ്ങൾ ദേവസ്വത്തിന് ഫാസ്റ്റിംഗ് ഇരിക്കാനായിട്ട് വന്നു. കുഞ്ഞുങ്ങള് ദൂരത്തായിരിക്കുന്ന 3 മക്കളും എന്റെ കൂടെ ഉണ്ടായിരുന്ന മകളും ഞങ്ങൾ ഒരുമിച്ച് ഫാസ്റ്റിംഗ് ഇപ്പാൻ ദേവസ്വം വെച്ചിരുന്നു. അങ്ങനെ 3 ദിവസം ദേവസ്വം പ്രാർത്ഥിച്ചു, ഉപവാസം പ്രാർത്ഥിച്ചൊക്കെ ശേഷം ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണുവാനായിട്ട് ടെസ്റ്റുകൾ നടത്തുവാനായിട്ട് കടന്നായിട്ട് വന്നു. അവിടെ ചെന്ന് എല്ലാ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ് വീണ്ടും അവർ ചെയ്യാനായിട്ട് വന്നു. ആ ടെസ്റ്റുകളെല്ലാം ആ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് 4th സ്റ്റേജ് സ്ഥാനത്ത് നിന്ന് 3rd സ്റ്റേജിൽ കാര്യം വന്നു, ഒരു അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ആന്റിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന് പറയാനായിട്ട് വന്നു. ഞാൻ അപ്പനെ സ്തുതിച്ചു. കർത്താവ് ഞാൻ സ്തുതിച്ചു. കർത്താവ് നന്ദി പറഞ്ഞു. ആ അത്ഭുതത്തിന് എന്റെ ദൈവം നന്ദി പറഞ്ഞു. എങ്കിലും എന്റെ മനസ്സിൽ കിടന്നു, കർത്താവെ ഒരു ട്രീറ്റ്മെന്റ് വേണ്ട എന്ന്, അല്ലെങ്കിൽ എന്റെ ലോകത്തിൽ അപ്പന് ഈ ലോകത്തെ മനുഷ്യരുടെ ഒരു ട്രീറ്റ്മെന്റ് വേണ്ട, എന്റെ അപ്പനെ സൗഖ്യമാക്കിയ മതി എന്ന് ഞാൻ ഉള്ളത്തിൽ ചിന്തിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ആ 3rd സ്റ്റേജിൽ കയറുവാൻ ഇടവന്നതെന്ന് ഞാൻ എന്റെ ഉള്ളത്തിൽ, ഞാൻ ആരും പറഞ്ഞില്ല, എന്റെ ഉള്ളത്തിൽ ഞാൻ ചിന്തിച്ചു, എന്താണ് 3rd സ്റ്റേജ്, അപ്പൊ എനിക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണോ എന്ന് ഞാൻ ചിന്തിച്ചു. ദൈവകൃപയാല് ആമേൻ സ്തോത്രം, അവർ ട്രീറ്റ്മെന്റ് അവർ പറഞ്ഞു കീമോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവർ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ പോയിക്കോ, കീമോക്ക് ഡേറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ കടന്നു വന്നാൽ മതി എന്ന് പറയുന്നു. വീണ്ടും ഞങ്ങൾ ഭവനത്തിൽ കടന്നു വരാൻ ഇടവന്നു. ഭവനത്തിൽ വന്ന് വീണ്ടും ദൈവത്തിന് അങ്ങനെ ഇരിക്കാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. ഫാസ്റ്റിംഗ് ആ ദിവസങ്ങളെല്ലാം പ്രാർത്ഥനയുടെ ശബ്ദമാണ് ഞങ്ങളുടെ വീടിനകത്ത്. ആമൻ എന്റെ കുഞ്ഞുങ്ങള് ആമൻ സൗദിയിലെ മക്കളും കടന്നു വരുവാനും, മകളുടെ ഹസ്ബൻഡ് ആമൻ രാജസ്ഥാനിൽ കടന്നു വരേണ്ടത്, ഞങ്ങൾ 4 മക്കളും എന്റെ പ്രിയപ്പെട്ടവനും ഞങ്ങളുടെ സഹോദരൻ എല്ലാവരും കടന്നു വന്ന് എല്ലാവരും ഒരുമിച്ച് വീണ്ടും അപ്പന്റെ പാദപ്പെട്ട് മുഴങ്കാൽ മടക്കുവാൻ പ്രാർത്ഥിക്കാൻ എല്ലാം കർത്താവ് സഹായിച്ചു. ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം, ഒരുമനപ്പെട്ട ഐക്യമത്തിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷം കുടുംബത്തിനകത്ത് ഞങ്ങൾ വ്യാപരിക്കാൻ ഇടവന്നു. ഹല്ലേലൂയ. ആമൻ എന്റെ കുഞ്ഞുങ്ങളെ അപ്രകാരം സപ്പോർട്ട് എനിക്ക് ചെയ്യാൻ ഇടവന്നു. ആമൻ അങ്ങനെ ട്രീറ്റ്മെന്റ് പോകാം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഫസ്റ്റ് കീമോയ്ക്ക് ആമൻ ബുക്ക് ചെയ്തിട്ട് കടന്നു വരാനായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ കരുതിയത് ഒന്നുകൂടി ടെസ്റ്റ് നടത്തിയിട്ട് ആമൻ മാറ്റമുണ്ടെങ്കിൽ ആമൻ കീമോ വേണ്ട എന്ന് തീരുമാനം എടുത്ത് കടന്നുപോയെങ്കിലും അവിടെ ചെന്ന ഡോക്ടർമാർ സമ്മതിക്കത്തില്ലല്ലോ. ഞങ്ങൾ വീണ്ടും അവിടെ അഡ്മിറ്റ് ആയെങ്കിലും രാവിലെ തന്നെ അവർ ഞങ്ങളെ എന്നെ കീമോ ചെയ്യാൻ എന്റെ റൂമിലേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നു. ഫസ്റ്റ് കീമോ എന്റെ ശരീരത്തിൽ കയറുവാനായിട്ട് വന്നു. ആ സമയങ്ങളിലെല്ലാം ആമൻ കീമോ ചെയ്യുമ്പോൾ അവർ എന്നോട് ചോദിക്കാനായിട്ട് വന്നു, ആന്റിക്ക് ശരീരം പ്രയാസമുണ്ടോ? ആ കീമോ ഫസ്റ്റ് കയറിയപ്പോൾ എന്റെ ശരീരം ഭയങ്കര പ്രയാസം അനുഭവിച്ചെങ്കിലും പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല, സ്വസ്ഥമായിട്ട് കിടന്ന് ആമൻ സ്തോത്രം ആ 4.5 മണിക്കൂർ ഞാൻ ആ കീമോന്റെ ശരീരത്തിൽ കയറുവാനായിട്ട് വന്നു. അവരെന്നോട് ചോദിക്കാൻ, ആന്റിക്ക് പ്രയാസം ഒന്നുമില്ലേ? ദൈവകൃപയാൽ ഒരു അസ്വസ്ഥത ആ നിമിഷം ഉണ്ടാകാൻ ഇടവന്നില്ല. അവരെന്നെ പറഞ്ഞു, ആന്റി വീട്ടിൽ കടന്നു വരുമ്പോൾ ആന്റിക്ക് അസ്വസ്ഥത വരാൻ 2 ദിവസം വരെ അസ്വസ്ഥത കടവന് സാധ്യതയുണ്ട്, എന്നിട്ട് ഭാര്യപ്പെടാൻ പ്രയാസം ഇടവരുത്തുന്നേ പറഞ്ഞു. ദൈവജനമേ, ഞാൻ കടന്നു വന്നു. 2 ദിവസം അതിനുശേഷം എനിക്ക് ശക്തമായ ഒരാഴ്ച 7 ദിവസക്കാലം ഞാൻ അനുഭവിച്ച കഷ്ടം എന്ന് പറഞ്ഞാൽ ആമൻ സ്തോത്രം, ഒരു ക്യാൻസർ പേഷ്യന്റ് അനുഭവിക്കുന്ന കഷ്ടം, ഒരു കീമോ എന്റെ ശരീരത്തിൽ കയറിയപ്പോൾ ഞാൻ അനുഭവിച്ച കഷ്ടം എന്ന് പറയുന്നത്, എത്ര കീമോകൾ ഒരു ക്യാൻസർ പേഷ്യന്റ് എടുക്കുന്നു, ഹല്ലേലൂയ, അവരനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്റെ കർത്താവ് എന്നെ മനസ്സിലാക്കി. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എന്റെ ശരീരത്തിൽ ഒരു കീമോ കയറുവാൻ ഇടവന്നത് ഒരു ക്യാൻസർ പേഷ്യന്റ് അനുഭവിക്കുന്ന കഷ്ടം എന്തെന്ന് ഞാൻ അനുഭവിച്ചറിയണം. ഞാനത് വിശ്വസിക്കുന്നു ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ആ 7 ദിവസം ഞാൻ അനുഭവിച്ച കഷ്ടം ചേർന്നല്ലായിരുന്നു. അത്രമാത്രം ഞാൻ അവശ്യ നിലയിൽ 7 ദിവസം കൊണ്ട് ഞാൻ അവശ്യ നിലയിലാവാൻ ഇടവന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 7 ദിവസം ഞാൻ പൂർണ്ണമായിട്ടും എന്റെ ശരീരം വീണ്ടും തിരിച്ചു വരാൻ എന്നോട് ഭക്ഷണങ്ങൾ കഴിച്ചെല്ലാം തിരുമിച്ചു വന്നു. ആ സമയത്ത് എന്റെ മക്കളെല്ലാം തീരുമാനമെടുത്തു. തീരുമാനമെടുത്തു. ആമേൻ സ്തോത്രം, നമുക്ക് ട്രീറ്റ്മെന്റ്, എന്റെ മകളുടെ ഹസ്ബൻഡ് എന്റെ മകൻ പറഞ്ഞു, മമ്മി നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ട. അവർ ഭാഗ്യമായിട്ട് കർത്താവിന്റെ വേലയിൽ രാജസ്ഥാനായിരിക്കുന്നു. യൂത്തിന് നടുവിൽ അവർ കർത്താവിന്റെ വേല ചെയ്യുന്നു. 2 പേർക്ക് ജോലിയുണ്ട്, എങ്കിലും അവർ ഫുൾ ടൈം കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുവാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ സ്തോത്രം. ആ കുഞ്ഞോട് പറയാനിടുന്നു, മമ്മി നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ട.
നമുക്ക് കർത്താൽ വിശ്വസിക്കാം. ഒരു പൂർണ്ണ സൗഖ്യം അമ്മയ്ക്ക് ദൈവം തരും. എന്തിനാ ശരീരം കീമാക്കായിട്ട് ശരീരം ബലഹീനമാക്കി കളയുന്നത്? പൂർണ്ണ സൗഖ്യം എന്റെ അപ്പം നമുക്ക് തരും എന്ന് വിശ്വസിച്ച് നമുക്ക് നിൽക്കാം. അങ്ങനെ 4 പേരും ഒരുമിച്ച് തീരുമാനപ്പെട്ട് വന്നു, നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ട. അപ്പോൾ എന്റെ ഹൃദയത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഹൃദയ ആഗ്രഹമായിരുന്നു, അപ്പൊ ഞാൻ ട്രീറ്റ്മെന്റ് വേണ്ട എന്ന് പറയുമ്പോൾ ക്യാൻസർ രോഗമാണ്, ആരൊക്കെ അതിന് അനുകൂലമായി നിൽക്കും. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടിരുന്ന എന്റെ ജീവിതത്തിൽ നടന്ന ആ സംഭവം മക്കൾ എന്നോട് സംസാരിച്ചു പൂർണ്ണമായി സന്തോഷിക്കാത്ത നന്ദി പറഞ്ഞുകൊണ്ട് അപ്പ ഞാൻ മക്കളെങ്കിലും പറഞ്ഞു, ഞാൻ കർത്താവിന് പാതപെട്ട് ആയിരിക്കട്ടെ എന്നോട് നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു. വീണ്ടും ഞാൻ 2 ദിവസം കർത്താവെ നിങ്ങൾ പറഞ്ഞ കർത്താവ് കേട്ടിരിക്കുന്നല്ലോ, എനിക്കും അതാണ് സന്തോഷം. അപ്പൊ ഞാൻ അത്യാവശ്യം ദൈവദാസൻ സഭാദേവദാസൻ സംസാരിക്കും. ഞാൻ ഉറപ്പും ധൈര്യമുള്ളതായിട്ട് സംസാരിക്കത്തുള്ളൂ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റിന് എന്റെ ജീവിതം എന്ത് കഷ്ടങ്ങൾ കയറി വന്നാലും ഒരു ട്രീറ്റ്മെന്റ് ഞാൻ പോകത്തില്ലപ്പ, ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനം ഉറച്ചതായിരിക്കുമെന്ന് പറയാൻ അപ്പനോട് വന്നു. ഒരു ധൈര്യം ഉറപ്പും ബലം എന്റെ ഹൃദയം വീണ്ടും കരുവാൻ ഇട വന്നു. അങ്ങനെ ഞാൻ സഭാ പാർശ്വത്തിൽ സംസാരിക്കുന്ന ദാസനെ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. എന്റെ മക്കൾ, ഞാൻ പ്രിയപ്പെട്ട എല്ലാം ഞാൻ തീരുമാനമെടുത്തിരുന്നു. അവരെനിക്ക് ഫുൾ സപ്പോർട്ട് തന്നു. ഞാൻ കുറച്ചുപേർ സംസാരിക്കുന്ന എല്ലാവരും തന്നെ എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നു. ട്രീറ്റ്മെന്റ് വേണ്ട എന്ന്, ഇനി ഒരു കീമോയ്ക്ക് പോകണ്ട എന്ന് തീരുമാനം എടുക്കാൻ ഇട വന്നു. ദൈവകൃപയാൽ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്തു. വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയും ഉപവാസത്തിന് ലീവ് ഉണ്ടായിരുന്നു. 2 മാസക്കാലം ലീവ് ഉണ്ടായിരുന്നു. ഒരുമിച്ച് പ്രാർത്ഥനയും ഉപവാസമായി ഞങ്ങൾ പോകുന്ന ദിവസങ്ങളായിരുന്നു. ഹല്ലേലൂയ. അപ്രകാരം ദൈവത്തിന് ജനമേ, ഇന്നും ഞാൻ ട്രീറ്റ്മെന്റ് ഇല്ലാതെ തന്നെ ആമേൻ സ്തോത്രം ആയിരിക്കുന്നു. ആ 3-4 മാസക്കാലം എനിക്ക് ശരീരത്തിന് വേറെ അസ്വസ്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. സൗഖ്യമായിരുന്നു. പ്രാർത്ഥന ദിനങ്ങളും ആമേൻ ഉപവാസത്തിന്റെ ദിനങ്ങളും എല്ലാം ആയിരുന്നു. കർത്താവിനെ അങ്ങനെ കരം പിടിച്ച് നടത്തി ആ ദൈവത്തെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും സൗഖ്യമായിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ കർത്താവെ രക്തസ്രാവ കത്തി കർത്താവിന്റെ തോങ്ങൽ തൊട്ടപ്പോൾ സൗഖ്യം വന്നതുപോലെ. ഹല്ലേലൂയ. അവളെ പ്രകാരമുള്ളവരെ നമുക്ക് നന്നായി അറിയാം. ആമേൻ പല വൈദ്യന്മാർ ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളത് നഷ്ടപ്പെട്ടിട്ടും ആമേൻ അപ്പോൾ ആയിരിക്കുന്ന സമയത്താണ് കർത്താവിനെ കുറിച്ച് അവൾ ഒരു വിവരം അറിയുന്നത്. ആമേൻ വർത്തമാനം കേൾക്കുന്നത്. അവൾ വിശ്വാസത്തോടെ കർത്താവിന് അവൾ സൗഖ്യദായകനെ കർത്താവ് ഉണ്ടെന്ന് ആ വിശ്വാസം അവളെ വർത്തമാനം കേട്ടപ്പോൾ വിശ്വാസത്തോടെ അപ്പന്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യം വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പന്റെ തൊങ്ങൽ തൊട്ടവൾ സൗഖ്യം പ്രാപിച്ചു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ട് സൗഖ്യമായിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ. യായിറോസിന്റെ മകള് ആമൻ മരിപ്പാറായി കിടക്കുന്നു. അപ്പൻ യേശുവിനെ കടന്നു വന്നാൽ എന്റെ മകൾ സൗഖ്യമാകുമെന്ന് യായിറോസ് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ. അതിനുശേഷമാണ് ആ യാത്രയിലാണ് രക്തസ്രാവ കാട്ടി കർത്താവിന്റെ തൊങ്ങൽ തൊടാനായിട്ട് കാത്തിരിക്കുന്നത്. അത്രയും സമയം വെയിറ്റ് ചെയ്യാനായിട്ട് വന്നു. ആ സമയത്ത് വീണ്ടും തിരികെ വന്നു ആ സൗഖ്യതായ രക്തസ്രാവ കാട്ടി സൗഖ്യമായപ്പോൾ വീണ്ടും യായിറോസിന് വീണ്ടും കടന്നു, നിന്റെ മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൻ പറഞ്ഞ് വിശ്വസിച്ച് മാത്രം ചെയ്യുക. ഹല്ലേലൂയ. വീണ്ടും അപ്പൻ അങ്ങോട്ട് നടക്കുന്നു. യേശുപ്പൻ അങ്ങോട്ട് നടക്കുന്നു. കടന്നു ആമി അവിടെ കരം പിടിച്ച് ബാലെ എഴുന്നേൽക്കായി എന്ന് പറഞ്ഞ് അവളെ തൊട്ട് സൗഖ്യമായിട്ട് എഴുന്നേൽപ്പിക്കുന്നു. ഞാൻ വിശ്വസിക്കണം ഒരേ സമയം തന്നെ അപ്പനെ തൊട്ട് സൗഖ്യമായി രക്തസ്രാവ കാട്ടി അപ്പൻ തൊട്ട് സൗഖ്യമാക്കിയ യായിറോസിന്റെ മകൾ. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ കഥ സംഭവിച്ചുകൂടാ? നമ്മൾ വിശ്വാസത്തോടുകൂടെ അപ്പനെ വസ്ത്രം തൊടുന്നുവെങ്കിൽ നമ്മൾ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പൻ നമ്മൾ തൊട്ടാലും സൗഖ്യം പ്രാപിക്കുന്ന വിശ്വസിക്കുന്നു. ആദിമ നൂറ്റാണ്ടിൽ നടന്ന അത്ഭുതങ്ങളും അടയാളം ഇന്നും സംഭവിക്കും. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലേക്ക് ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വിശ്വാസം ഉറച്ചും ധൈര്യമുള്ളവളായി എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും എന്തെല്ലാം വേദന ഞെരുക്കിയാലും എന്റെ അപ്പൻ ആമേനോട് സംസാരിച്ച ആ വാക്കിനെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇന്നും ഞാൻ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അപ്പന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു, അപ്പനിൽ വിശ്വസിക്കുന്നു, എന്റെ ധൈര്യത്തിൽ പോകുന്നു. ആമേൻ കഴിഞ്ഞ 2 മാസമായിട്ട് അല്പം ശാരീരമായ അസ്വസ്ഥനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു. ഞാൻ ഈ അലട്ടുമ്പോഴെല്ലാം കർത്താവ് എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. കർത്താവിനോട് എന്തുകൊണ്ട് തിരികെ ശരീരത്തിൽ അസ്വസ്ഥത വ്യാപരിക്കുന്നു ഞാൻ ചോദിക്കാൻ ഇട വന്നിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ ദൈവജ മക്കളെ, നിങ്ങൾക്കറിയാമോ, ഞാൻ രാത്രി നമ്മൾ വീണ്ടും എഴുന്നേറ്റിരുന്ന ആമേൻ നമുക്ക് ശക്തമായ വേദന കടന്നു വരുമ്പോൾ ആദ്യമേ എനിക്കുണ്ടായ അതേ അനുഭവത്തില് ഞാൻ വീണ്ടും കടന്നു പോകുമ്പോൾ അപ്പൻ എന്നെ നടത്തുന്ന വിധങ്ങൾക്കായി ദൈവം. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്നെ ഇപ്പോൾ നടത്തുന്ന വിധങ്ങളെ ഞാൻ സംസാരിക്കുന്നു. എന്നെ സൗഖ്യമാക്കിയ വിധങ്ങളെല്ലാം സംസാരിക്കുന്നു. എന്റെ അപ്പൻ എന്റെ കരം പിടിച്ച് നടത്തുന്ന കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ നന്ദി പറയുന്നു. രാത്രി യാമങ്ങളിലെല്ലാം ഞാൻ കർത്താവ് ഉറങ്ങാതെ എഴുന്നേൽക്കുമ്പോൾ ആമേൻ സ്തോത്രം ഒരു വ്യക്തിക്ക് പോലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ കഴിയാൻ പറ്റാത്ത സ്ഥാനത്ത് അപ്പന്റെ പാദത്തെ മുഴങ്കാൽ മടക്കി വേദന സമയത്തും അപ്പൻ എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേറ്റ് അപ്പൻ ആത്മാവിൽ സത്യത്തിൽ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. ആ വേദന എന്നെ വിട്ടുമാറി പോകും. ഞാൻ വിശ്വസിക്കുന്നു. അപ്പന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. എന്തുകൊണ്ട് അപ്പ ഞാൻ അങ്ങനെ കടന്നു പോകുന്നു ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പനോട് ചോദിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയാം, എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് പിറുപിറുപ്പാൻ എന്തുകൊണ്ടെന്ന് പിറുപിറുപ്പാൻ അനുവദിക്കില്ല അപ്പ. എന്റെ വിശ്വാസം അവസാനത്ത് മുറുകെ പിടിക്കാൻ, എന്റെ അപ്പനെ സൗഖ്യ വാക്കുകളും ഇത് മുറുകെ പിടിപ്പാൻ എന്നെ കൃപ നൽകണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ച് അപ്പന്റെ പാദം മുഴങ്കാൽ മടക്കി ഇന്നും കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തും. ആ സമയം തന്നെ ആമേൻ എന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന വേദന എന്നെ വിട്ടുമാറി പോകും. ആ സമയം തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണ ഞാനിപ്പോൾ. ഹല്ലേലൂയ. അത് പണിതുകൊണ്ടിരിക്കുകയാണ് എന്നെ.
പണിതുകൊണ്ടിരിക്കുന്ന അപ്പൻ ആഗ്രഹിച്ച ആ നന്മയിലേക്ക് എത്തിക്കുവാനായിട്ട് ആമേൻ സ്തോത്രം. പണിതുകൊണ്ടിരിക്കുമ്പോൾ ആ ചക്രത്തിൽ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അത് വീണ്ടും അതൊരു ഷേപ്പായി വരുമ്പോൾ വീണ്ടും തീയിൽ വെക്കുന്ന അനുഭവങ്ങൾ, ആമേൻ സ്തോത്രം. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, ഇന്നും ഞാൻ അനുഭവിക്കുന്നത് അപ്പൻ എന്നെ കറക്കി അമ്മനെ കുശുമന്റെ കളിമണ്ണ് പോലെ അപ്പന് മാനിച്ച മാനപാത്രമാക്കി തീർക്കുവാൻ, അപ്പന് ബോധിച്ച മാനപാത്രമാക്കി തീരുവാൻ എന്റെ കുശുമന്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഞാൻ ആയിരിക്കുകയാണ്. അപ്പൻ എപ്രകാരം എന്നെ ബോധിച്ച പാത്രമായി പുറത്തു വരുന്നു, അപ്പോഴേ ഈ വേദന ഈ കഷ്ടം മാറി ഞാൻ അപ്പന് വേണ്ടി ഓടുവാൻ ഇടവരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇപ്പോഴും അപ്പന്റെ പാദത്തിൽ ഞാൻ ഇരിക്കുന്നത്. അപ്പൻ എന്നെ പൂർണ്ണ സൗഖ്യം നൽകും. അപ്പൻ ഞാൻ ആശ്രയിച്ച് പൂർണ്ണം വിശ്വസിക്കുന്നു. സൗഖ്യത എന്റെ അപ്പന്റെ കരം എന്റെ ജീവിതത്തിൽ വ്യാപരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി ഇപ്പോഴും വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ജീവിതത്തിൽ വെളിപ്പെടും. ആമേൻ. ഇപ്പോഴും എന്നെ കാണുന്നവർ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ടോ, പല ഫോൺ നമ്പറുകൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ എല്ലാവരോടും ഒന്നും ഞാൻ സംസാരിക്കത്തില്ല. ആമേൻ സ്തോത്രം. എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രക്തസ്രാവക്കാറ്റ് കർത്താവ് നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസം, എന്റെ അപ്പുള്ള വിശ്വാസം. ഞാൻ മറ്റുമൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. ആമേൻ. ഒരു ട്രീറ്റ്മെന്റ് പോകാൻ കഴിയാത്ത വിധം ഒരു ബുദ്ധിമുട്ട് ദൈവകൃപൻ ഇപ്പോഴും എങ്ങനെയും നടത്തിക്കൊണ്ട് പറ്റും. നമുക്ക് ജീവൻ വേണമെന്നുണ്ട്. അല്ല വേറൊരു ഇപ്രകാരം കടന്നു പോകാതെ മറ്റൊരു തലത്തിൽ കൂടി നമുക്ക് ട്രീറ്റ്മെന്റ് കടന്നു പോകാൻ സാധ്യതകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ. എന്നാൽ ഞാൻ അപ്പനെ വിശ്വസിച്ചുകൊണ്ട് അപ്പന്റെ നാമം മഹത്വം എടുപ്പാൻ, എന്റെ യേശുവിന്റെ നാമം ജയമെടുപ്പത്തക്കവണ്ണം കർത്താവിന്റെ നാമം എനിക്ക് ജീവൻ കഴിയുന്നത് ഈ ലോക ജീവിതത്തിൽ മരുഭൂയാതില് എന്നിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ കഴിയുന്നുവെങ്കിൽ ഈ ഞെരുക്കങ്ങൾ ഈ വേദനകൾ സാരമെന്ന് എണ്ണിക്കൊണ്ട് ഓടുവാൻ അപ്പൊ നീ കൃപ തന്ന മതി. ഹല്ലേലൂയ. അപ്പൊ എന്റെ അപ്പന് വേണ്ടി അല്പമെങ്കിലും ചെയ്യുവാൻ, ഇതല്ലാതെ വേറൊന്നും എനിക്കില്ല. എന്നെ സ്നേഹിച്ച, എന്നെ കരുതുന്ന, എന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന എന്റെ അപ്പന് വേണ്ടി ഇതല്ലാതെ വേറൊന്നും ചെയ്യുവാനില്ല. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പന് സമയമാകുമ്പോൾ പൂർണ്ണ സൗഖ്യം എനിക്ക് നൽകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പൻ കാനാവിലെ കല്യാണത്തിന് അവന് വീഞ്ഞു പോരായ്മ വന്നപ്പോൾ അമ്മ മറിയെ സംസാരിച്ച് മകനെ അവിടെ വീഞ്ഞു പോരായ്മ വന്നു. അപ്പോൾ കർത്താവ് തിരിച്ചു പറയുന്നു, യേശു തിരിച്ചു പറയുന്നു, സ്ത്രീ നിനക്കും എനിക്ക് തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പനറിയാം അവിടെ കുറവുകൾ പോരായ്മ വന്നിട്ടുണ്ട്. എങ്കിലും കർത്താവിന്റെ നാഴികയുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൻ എന്തുകൊണ്ട് എന്നെ സൗഖ്യമാക്കണം, ഈ വേദന കടന്നു പോകുന്ന ചിന്തിക്കുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവിന്റെ നാഴിക വന്നിട്ടില്ല. ആ നാഴിക വരുമ്പോൾ ദൈവത്തിന്റെ നാമം അവിടെ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്തുമെങ്കിൽ എന്റെ ജീവിതത്തിൽ ആ നാഴിക വരുമ്പോൾ രോഗസൗഖ്യം കർത്താവിനെ തൊട്ടിനെ സൗഖ്യമാക്കി എന്റെ കർത്താവിന് നാമം മഹത്വം എടുക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇപ്പോൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ശാരീരിക ക്ലേശം എന്റെ ജീവിതത്തിലുണ്ട്. എങ്കിലും എന്റെ കർത്താവിന്റെ കൃപ, എന്റെ കൃപ നിനക്ക് മതി. എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. അപ്പന്റെ ശക്തി എന്റെ മേൽ വരുമ്പോൾ ഹല്ലേലൂയ ആത്മാവിന്റെ നിറവോടെ ഞാൻ ആരാധിക്കുമ്പോൾ ആ ദുഷ്ടശക്തിയിൽ വേദനിക്കുന്ന അനുഭവങ്ങള്, ഞെരുക്കുന്ന അനുഭവങ്ങള് എന്നെ വിട്ടുമാറും. പലപ്പോഴും മരണദൂതൻ എന്നെ പിന്തുടർന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. മരണദൂതൻ എന്നെ പിന്തുടർന്നത് അപ്പോഴെല്ലാം ആത്മാവിൽ എഴുതിട്ട് ആരാധിച്ച ദുഷ്ടശക്തിയിൽ ശാസിക്കുമ്പോൾ വൈരാജുടെ ആ ശക്തിയിൽ എന്നെ വിട്ടുമാറി പോകുന്നത് എനിക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് ജനമേ, ഞാൻ വിശ്വസിക്കുന്നു. അത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന അപ്പൻ ഈ ലോക ജീവിതത്തിൽ ഈ മരുഭൂ യാത്രയില് ഇത്രമാത്രം ഇത്ര സ്നേഹം തരുവാൻ ഞാൻ എന്ത് യോഗ്യത എനിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന അനുഭവത്തെ കടന്നു. എത്രത്തോളം എന്നെ ദൈവം സഹായിക്കുന്ന ആ കർത്താവിന്റെ സ്നേഹത്തോട് ഞാൻ നന്ദി പറയാണ്. ഹല്ലേലൂയ. അപ്പൻ വിട്ടിരിക്കും ആ ദൈവജന്മ ഞാൻ പറയുന്നു, രോഗങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ വേർതിരിക്കോ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ കടന്നു പോയാലും അപ്പൻ വിശ്വസിച്ചുകൊണ്ട് ആഴത്തിലേക്ക് ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ട് കൈവിടാത്തൊരു അപ്പൻ നമുക്കുണ്ട്. ലോകം നമ്മളെ കൈവിടും, അവൻ കൈവിടാത്തൊരു അപ്പൻ നമുക്കുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. അപ്പൻ ആശ്രയിച്ചാൽ അവൻ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിഗ്യോൻ പർവ്വതം പോലെയെന്ന് യഹോവയിൽ ആശ്രയിക്കുന്നെങ്കിൽ അവൻ കുലുങ്ങുവാൻ സമ്മതിക്കില്ല. നമ്മൾ അതിനെ ജയിച്ചുകൊണ്ട് നിന്നെ ഞാൻ പടക്കൂട്ടിനെ പാഞ്ഞുല്ലും എന്റെ ദൈവത്തെ ഞാൻ മതിച്ചാട് കടക്കും. ഹല്ലേലൂയ. വരുന്ന പടക്കൂട്ടിനെ ദൈവത്തെ തന്നെ മതിച്ചടക്കും. ദൈവകൃപ നമ്മുടെ കർത്താവും അപ്പൻ പകരും. അപ്പൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൻ ആഗ്രഹിച്ച നന്മയിലേക്ക് എത്തുവോളം, അപ്പൻ ആഗ്രഹിച്ച മാനപാത്രമായി തീർക്കുവാൻ നമ്മളെ കണ്ടിരിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തിന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൻ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് അപ്പൻ ആയുസ്സും ആരോഗ്യം ബലമെല്ലാം തരും. ഇന്ന് എന്റെ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്ന അനേകം എനിക്കറിയാം. എന്റെ അടുത്ത് അത് വരുന്നെല്ലാം എന്റെ മരണത്തെ ചിന്തിക്കുന്നു. എനിക്ക് വയ്യാന്ന് പറയുമ്പോൾ അവർ പിന്നെ ഒരു മരണത്തെ ചിന്തിക്കുന്നു. അവർ സംസാരിക്കുമ്പോഴല്ല ആ ട്രീറ്റ്മെന്റ് ചെയ്യും, മരുന്ന് കഴിക്കുക, ആയുർവേദം കഴിക്കുക എന്ന് പറയുമ്പോഴും എനിക്കറിയാം അവർ എന്റെ മരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാ. മക്കൾ ചെറിയതല്ലേ, കൊച്ചുമക്കളെ കാണണ്ടേ എന്നൊക്കെ പറയുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നു എന്റെ അപ്പനേക്കാൾ വലിയവരായിട്ട് ഈ ലോകത്തൊന്നുമില്ല. എന്റെ മക്കളെയും എന്റെ കൊച്ചുമക്കളെയും ഞാൻ കാണും. ഞാൻ അവരെന്റെ കാര്യങ്ങൾ എടുക്കും. ഞാൻ വിശ്വാസ കണ്ണാൽ കാണുന്നു. അവരെന്റെ കാര്യങ്ങൾ ഞാൻ എടുക്കും. ആമേ സ്തോത്രം. അപ്പൻ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്തിട്ട് എന്റെ അപ്പന്റെ അടുക്കലെ മടങ്ങി പോത്തുള്ളൂ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവജനമേ, ഹല്ലേലൂയ. എന്റെ അപ്പൻ നടത്തുന്ന വിധങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചവൻ, കർത്താവിന്റെ നന്മ അനുഭവിച്ചവൻ എന്റെ അപ്പൻ സഹായിക്കുന്നിടത്തും ഇന്ന് വരെ ഒരു ട്രീറ്റ്മെന്റ്, ഒരു മെഡിസിൻ പോലും എടുക്കാൻ, ഒരു ഹോസ്പിറ്റലിന്റെ പടി കയറുവാൻ എന്റെ അപ്പനെ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ആമേൻ സ്തോത്രം. ഞാൻ
ആഗസ്റ്റിലാണ് ഫസ്റ്റ് കീമോ ചെയ്തത്. എന്നാൽ രോഗം ബാധിച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നു 2 വർഷത്തേക്കുള്ളായിട്ടുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നാലും ദൈവകൃപയാൽ ആമേൻ ഈ മാർച്ച് മാസം നിങ്ങളൊപ്പമായിരിക്കാൻ എന്റെ കർത്താവ് സഹായിക്കുന്നു. നിങ്ങൾ സംസാരിക്കാൻ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി അല്ലായിരുന്നു. ഞാൻ ആരോടും ആമേൻ മുഖത്ത് സംസാരിക്കാൻ ഒന്ന് ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ പലപ്പോഴും എന്റെ ജീവിതത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ വീടിനകത്ത് എന്റെ മുറിക്കുള്ളിൽ അപ്പം തരുന്ന ആമേൻ സ്തോത്രം അനേകർക്ക് വേണ്ടി ഇട്ടുവിതെന്ന് പ്രാർത്ഥിച്ച ഈ റൂമിലുള്ളിൽ ഒതുങ്ങി ജീവിച്ചോളാം കർത്താവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ മുന്നിൽ സംസാരിക്കുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം ആമേൻ സ്തോത്രം പണിതെടുക്കുന്നത് മാത്രമാണ്. നിർബന്ധമെന്റെ മേൽ കടക്കുന്നു, നീ സാക്ഷീകരിക്കുക. അതുകൊണ്ട് ആര് പറഞ്ഞാലും ദൈവത്തെ സാക്ഷീകരിക്കാൻ എനിക്ക് മടിയില്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ആളല്ലായിരുന്നു. മുറിപ്പിൽ ഒതുങ്ങി കൂടി ദൈവത്തിന് കണ്ണീര് അനേകർക്ക് വേണ്ടി ഇടിവിന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് എന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു എന്റെ അപ്പൻ ശത്രു കാണുക വിരുന്നൊരുക്കുന്ന ദൈവമാണ്. ഇന്ന് എന്റെ ജീവിതം എന്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടോ, എന്റെ സന്തോഷം സമ്മതം നഷ്ടപ്പെട്ടോ, എനിക്ക് തിരികെ തന്ന് മാനിക്കുന്ന സ്വർഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ തന്റെ സ്നേഹിതൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ സ്ഥിതിക്ക് ഭേദപറ്റി സ്വർഗം ഞാൻ ജീവിക്കുന്നു. എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കരയുവാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നന്ദി പറയുന്നു. ഹല്ലേലൂയ. യോബിന് ജീവിത കഷ്ടങ്ങളില് അപ്രകാരം കടന്നുപോയി ജീവിത അനുഭവങ്ങളില് കർത്താവ് തള്ളി പറയാതെ അവസാനത്തെ പിടിച്ചുന്നപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുത്തത് അപ്പൊ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പനെ തള്ളി പറയാതെ കഷ്ടങ്ങൾ ഏറി വരുമ്പോൾ, പ്രതികൂലം ഏറി വരുമ്പോൾ അപ്പന്റെ സ്തോത്രം പറഞ്ഞ് അപ്പനൊരു ചോർന്ന് അവനൊരു പറ്റിയിരിക്കാൻ അവന് വിടുവിക്കും. അവന്റെ നാമത്തെ അറിയാൻ ഉയർത്തുമെന്ന് അപ്പന്റെ വചനം പറഞ്ഞ അപ്പനോട് പറ്റിയിരിക്കാൻ അപ്പൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കഷ്ടങ്ങൾ ഏറ്റുമടത്തുണിയ ആശ്വാസദായന അപ്പന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ഏറ്റവും ശക്തമായി വേദന കടന്നു വരുമ്പോഴും അപ്പനെ മുറുകെ പിടിച്ചുകൊണ്ട് സ്തോത്രം അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പന് ആത്മാവിൽ സത്യത്തിലും ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകൊണ്ട് നിൽപ്പാൻ ഇന്നും ഈ രാവിലെ സമയം വരെയും അപ്പനെ സഹായിച്ചു. ഞാൻ രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. 2:30 കണ്ണു തുറന്നാലും ചിലപ്പോൾ ഉറങ്ങുന്ന 5 മണിക്ക് ശേഷം അതുവരെയും അപ്പനെ സ്ഥലം പ്രാർത്ഥിപ്പാനും ആരാധ്യപ്പനും വചനം വായിപ്പാനെല്ലാം അപ്പന് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് കടന്നു പോകുന്ന അനുഭവം, കടത്തിവിടുന്ന അനുഭവങ്ങളാണ് ദൈവത്തിന്റെ മക്കളെ. എന്നെ ദൈവം നന്ദി പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവം ഞാൻ മക്കളോട് ഞാൻ പറയട്ടെ, എനിക്ക് ഒരു കാര്യമില്ല നിങ്ങൾ സംസാരിപ്പോൾ ഇപ്പോൾ കടന്നു ജീവിതാനുഭവം മാത്രമേ ഉള്ളൂ പറയാൻ. എങ്കിലും വിശ്വസിക്കുന്നു അപ്പൻ അടിയുറച്ച് ആദ്യം 100 നടന്ന അത്ഭുതം അടയാളം ഇപ്പോഴും സംഭവിക്കും. പക്ഷെ അതിന് വില കൊടുക്കേണ്ടി വരും. നമ്മൾ ദിവസം മുട്ടുമടക്കേണ്ടി വരും, പ്രാർത്ഥിക്കേണ്ടി വരും, കരയേണ്ടി വരും, ഉപവസിക്കേണ്ടി വരും. കർത്താൻ ഞെരുക്കളുടെ വേദനയുടെ പ്രയാസം കടന്നു പോകേണ്ടി വരും. എന്നാലും അപ്പൻ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്ത് അപ്പൻ നാമമഹത്വം അപ്പൻ നമ്മൾ സഹായിക്കുന്നുവെങ്കിൽ ഈ ലോക ജീവിതത്തിൽ മരുഭൂമി യാത്രയില് ഈ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് നമുക്ക് അപ്പന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഇത് മാത്രമായിരിക്കും. അപ്പൻ സഹിച്ചൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഹല്ലേലൂയ. അവസാനത്തുള്ളി രക്തം നമുക്ക് തൂറ്റി തന്നവൻ. ഹല്ലേലൂയ. അപ്പൻ സഹിച്ചൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല. ദൈവത്തിന് നന്ദി പറയുകയാണ്. നടത്തുന്ന കർത്താവിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്രകാരം ആരെങ്കിലും കഷ്ടമുള്ള പ്രതികൂലം കടന്നുപോയെങ്കിലും അടിയുറച്ച വിശ്വാസത്തോടെ പെരുവള നിന്നെ മുക്കിയില്ല, അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ കടന്നു പറയുന്നേ ദൈവ ശക്തിക്ക് മേൽ മീതെ ഒന്നും വ്യാപരിക്കത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു ക്യാൻസർ എന്ന രോഗം എന്റെ മേൽ പകർന്ന ദൈവശക്തിക്ക് മീതെ വ്യാപരിക്കത്തില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇപ്പോഴും വിശ്വസിക്കുന്നു. അത് എന്നെ സൗഖ്യമാക്കുവോളം ഞാൻ വിശ്വസിക്കും. അതിനെ തകർത്ത് കളയത്തില്ല, എന്റെ അപ്പനെ സമ്മതിക്കില്ല. ആ ദൈവശക്തി മേൽ പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്രകാരം അനുഭവം കടന്നു പോകാൻ എന്നെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവനാമത്വം എടുക്കട്ടെ. ദൈവനാമത്തെ മഹത്വം ചെയ്യുവാൻ വീണ്ടും എന്നെ സഹായിക്കുന്നതിന് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കാം. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അപ്പൻ സൗഖ്യം തരുമ്പോൾ ദൈവത്തിന് ഹിതമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ സൗഖ്യമാക്കിയ കർത്താവിനെ സാക്ഷീകരിപ്പാൻ എനിക്ക് കർത്താവ് കൃപ നൽകുമെന്ന് ഇന്നലെ രാത്രികാലം ഈ വിഷയത്തെ ദൈവം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന് സന്നി ഞാൻ പറഞ്ഞു, കർത്താവ് ഇന്ന് ആ പകൽക്കാലം ഈ കാൽപ്പാടുന്ന പ്രോഗ്രാമിനെ കർത്താവിനെ നടത്തുന്നവെന്ന് സംസാരിക്കുന്നുവെങ്കിൽ അപ്പൊ നീ പൂർണ്ണ സൗഖ്യം നൽകുന്ന ആ സാക്ഷ്യം വീണ്ടും പറയുവാൻ, ഈ കാൽപ്പാടുന്ന പ്രോഗ്രാം വീണ്ടും പറയുവാൻ അപ്പൊ നീ സഹായിക്കണമെന്ന് ഞാൻ പറയാനായിരുന്നു. ഞാൻ അത് വിശ്വസിക്കുന്നു. വീണ്ടും ദൈവത്തിന് ഹിതമെങ്കിൽ അങ്ങനെ അവസരമുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒരു വ്യക്തി രണ്ടാമതൊരു അവസരമുണ്ടെങ്കിൽ ഈ കാൽപ്പാടുന്ന പ്രോഗ്രാമിലൂടെ വീണ്ടും സൗഖ്യമാക്കിയ കർത്താവിന്റെ വെളിപ്പെടുമെന്ന് കർത്താവ് സാക്ഷിയിരിക്കാൻ എനിക്ക് അപ്പൻ ഭാഗ്യം തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവജനമേ, അതിനെ ദൈവം നന്ദിയോട് സ്തുതിച്ചുകൊണ്ട് ഇതുവരെയും എന്നെ ഈ പ്രോഗ്രാം കേട്ട് എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. എന്റെ അപ്പൻ എന്നെ വിടുവിക്കും, എന്നെ സൗഖ്യമാക്കും. കർത്താവിനോട് ഓടും ഞാൻ. കർത്താവ് ദൗത്യങ്ങൾ ചെയ്യും. കർത്താവ് ദൈവരാജ്യത്തിന് കെട്ടുപണിക്കാൻ ഉപയോഗിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ എന്നെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എനിക്ക് ഇന്നൊരു അവസരം തന്ന ഈ കാൽപ്പാടുന്ന പ്രോഗ്രാമിന് എന്റെ എല്ലാവർക്കും ദൈവനാമത്തില് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ താണ്ടിരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമേൻ. ഹല്ലേലൂയ.